പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി എംകോം 2ാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് എക്കണോമെട്രിക്സ് എന്ന പേപ്പറിൽ നിന്നും ഇന്ന് ലേഔട്ട് ഓഫ് SPSS എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ പൊതുപരീക്ഷാ ചോദ്യങ്ങളിൽ സിലബസിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് ലേഔട്ട് ഓഫ് SPSS. നമ്മുടെ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ചോദ്യങ്ങൾ നോക്കിയാൽ പലപ്പോഴും ഈ ഒരു ലേഔട്ട് ഓഫ് SPSS എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അടിസ്ഥാനത്തിലുള്ള പല പ്രീവിയസ് ചോദ്യങ്ങളും നമ്മുടെ മുൻകാല ചോദ്യ പേപ്പറിൽ കാണാറുണ്ട്. ഇന്ന് ലേഔട്ട് ഓഫ് SPSS എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാവുന്നതാണ് SPSS എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ ആണ്. SPSS അബ്രിവിയേഷൻ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോഗ്രാം ഫോർ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു പാക്കേജ് ആണ്. SPSS കറണ്ട് ആയിട്ട് IBM എന്ന് പറയുന്ന കമ്പനിയാണ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് എഡിഷൻ IBM SPSS വേർഷൻ 29 ആണ്. ഇതിൽ 2 പുതിയ അപ്ഡേഷൻ ആണ് ലഭ്യമായിട്ടുള്ളത്. അതിൽ പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജും R എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ SPSS എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ ആണ് SPSS വേർഷൻ 29. നേരത്തെ പറഞ്ഞ പോലെ തന്നെ SPS അബ്രിവിയേഷൻ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ്. ഇറ്റ് ഈസ് എ ഡേറ്റ അനാലിസിസ് സോഫ്റ്റ്വെയർ. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ഡേറ്റ അനാലിസിസ് ആൻഡ് ഡേറ്റ മാനേജ്മെന്റ്. ഡേറ്റ മാനേജ്മെന്റിനും ഡേറ്റ അനാലിസിസിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ ആണ് SPSS. SPSS ആദ്യകാലത്ത് PASW എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സോ ഇനിയും ലേഔട്ട് ഓഫ് SPSS നോക്കിയാൽ 3 കമ്പോണന്റ് ആണ് ഉള്ളത്. There are 3 main components in the layout of SPSS. SPSS data editor window, SPSS viewer അല്ലെങ്കിൽ output viewer, SPSS ന്റെ ഒരു syntax editor. So there are 3 main components in the layout of SPSS. First component SPSS data editor window, second SPSS viewer or output viewer, third one syntax editor. അതിൽ വളരെ ഇമ്പോർട്ടന്റും നമ്മുടെ SPSS സോഫ്റ്റ്വെയർ ലോഡ് ചെയ്ത ടൈമിൽ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ കാണിക്കുന്ന ഡിഫോൾട്ട് വിൻഡോയാണ് SPSS ഡേറ്റ എഡിറ്റർ വിൻഡോ. ഡേറ്റ എഡിറ്റർ വിൻഡോയ്ക്ക് 2 ടാബാണ് ലഭ്യമായിട്ടുള്ളത്. ബോട്ടം ലെഫ്റ്റ് കോർണറിൽ 2 ടാബുകൾ ലഭ്യമാണ് SPSSന്റെ ഡേറ്റ എഡിറ്റർ വിൻഡോ ആയ പ്രധാന വിൻഡോയ്ക്ക്. അതിൽ ഡേറ്റ വ്യൂ എന്ന് പറയുന്ന ടാബ് ലഭ്യമാണ്, വേരിയബിൾ വ്യൂ എന്ന് പറയുന്ന ടാബും ലഭ്യമാണ്. ഇനി നമുക്ക് SPSS ഡേറ്റ എഡിറ്റർ എന്താണെന്ന് നോക്കാം. The data editor window is the default window and opens when SPSS starts. SPSS സ്റ്റാർട്ട് ചെയ്യുന്ന അവസരത്തിൽ ഓപ്പൺ ചെയ്യുന്ന ഡിഫോൾട്ട് വിൻഡോയാണ് SPSS ഡേറ്റ എഡിറ്റർ എന്ന് പറയുന്ന വിൻഡോ. The window displays the content of open file and provides drop-down menu that allows to modify and analyze data. ഡേറ്റ അനലൈസ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഡ്രോപ്പ് ഡൗൺ മെനൂസ് ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട വിൻഡോയാണ്, ഡിഫോൾട്ട് വിൻഡോയാണ് ഡേറ്റ എഡിറ്റർ വിൻഡോ. The data are displayed in the form of a spreadsheet. കോളവും റോയും ആയിട്ട് സ്പ്രെഡ്ഷീറ്റ് രൂപത്തിലാണ് ഡേറ്റ എഡിറ്റർ വിൻഡോയിൽ ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുന്നത്. The spreadsheet format has 2 tabs at the bottom. നേരത്തെ പറഞ്ഞ പോലെ തന്നെ SPSS ഡേറ്റ എഡിറ്റർ വിൻഡോയ്ക്ക് 2 ടാബ് ലഭ്യമാണ്. ഒന്ന് ഡേറ്റ വ്യൂ എന്ന് പറഞ്ഞ ടാബ്, 2 വേരിയബിൾ വ്യൂ. ഇനിയും ഡേറ്റ വ്യൂ എന്താണെന്ന് നോക്കാം. The data view tab displays the open data set. റോയും കോളം രൂപത്തിൽ ഡേറ്റ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ടാബാണ് ഡേറ്റ വ്യൂ ടാബ്. The variable view tab displays information about variables. വേരിയബിൾസിന്റെ നെയിം, ടൈപ്പ്, വിഡ്ത്ത്, ലേബൽ പോലെയുള്ള ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യുന്ന ടാബാണ് വേരിയബിൾ വ്യൂ ടാബ്. So the SPSS data editor window has 2 tabs at the bottom, data view and variable view tab. The data view tab display the open data set. The data view display data in the form of row and column format. The variable view tab display information about variable. വേരിയബിൾസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യുന്ന ടാബാണ്
വേരിയബിൾ വ്യൂ എന്ന് പറയുന്ന ടാബ്. ഇനി രണ്ടാമത്തെ കമ്പോണന്റ് ആണ് SPSS വ്യൂവർ അല്ലെങ്കിൽ ഔട്ട്പുട്ട് വ്യൂവർ എന്നും പറയുന്നു. The SPSS viewer is also known as output viewer. It is a component of SPSS for displaying the output of statistical analysis. Statistical analysis ന്റെ റിസൾട്ടുകൾ ഡിസ്പ്ലേ ചെയ്യുന്നു അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. അത്തരം ഒരു വിൻഡോ, അങ്ങനെ ഒരു വിൻഡോയാണ് ഔട്ട്പുട്ട് വ്യൂവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ SPSS വ്യൂവർ എന്ന് പറയുന്നത്. When you run statistical procedure in SPSS, the results are displayed in the output viewer. നമ്മൾ SPSS ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയർ, ടി ടെസ്റ്റോ അല്ലെങ്കിൽ അനോവ ടെസ്റ്റോ അല്ലെങ്കിൽ റിഗ്രഷനോ അല്ലെങ്കിൽ ഫ്രീക്വൻസിയോ പോലെയുള്ള അല്ലെങ്കിൽ മീൻ മീഡിയൻ മോഡ് പോലെയുള്ള ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയർ റൺ ചെയ്യുന്നു അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന അവസരത്തിൽ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് SPSSന്റെ രണ്ടാമത്തെ കമ്പോണന്റ് ആയ ഔട്ട്പുട്ട് വ്യൂവറിലാണ്. സോ ദ ഔട്ട്പുട്ട് വ്യൂവർ വിൻഡോ ഹാസ് ടു പോർഷൻ. ഒന്ന് ഔട്ട്പുട്ട് ഔട്ട്ലൈനും രണ്ട് ആക്ച്വൽ ഔട്ട്പുട്ട്. ഇങ്ങനെ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഔട്ട്പുട്ട് വ്യൂവർ എന്ന് പറഞ്ഞ വിൻഡോയെ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഔട്ട്പുട്ട് ഔട്ട്ലൈൻ ചെയ്യുന്നു, രണ്ട് ആക്ച്വൽ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. നമ്മൾ ഈ ഒരു ഇവിടെ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ തന്നെ ഫ്രീക്വൻസീസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ ഔട്ട്പുട്ട് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഔട്ട്പുട്ട് ഔട്ട്ലൈൻ കാണിക്കുന്നുണ്ട്. സോ ദ ഔട്ട്പുട്ട് വ്യൂവർ വിൻഡോ ഡിസ്പ്ലേ ദ റിസൾട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ടെസ്റ്റ് ഇൻ SPSS. SPSS നേരത്തെ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ ഡേറ്റ മാനേജ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. IBM ആണ് കറണ്ട് ആയിട്ട് അതിന്റെ ഒരു ഉടമസ്ഥൻ എന്ന് പറഞ്ഞു. ആദ്യകാലത്ത് PASW എന്ന് പറയുന്ന പ്രൊഡക്റ്റീവ് അനാലിസിസ് സോഫ്റ്റ്വെയർ എന്ന പേരിലാണ് SPSS അറിയപ്പെടുന്നത്. ഇപ്പോഴും വീണ്ടും SPSSന്റെ പേര് മാറ്റി IBM SPSS കറണ്ട് വേർഷൻ IBM SPSS വേർഷൻ 29 ആണെന്ന് പറഞ്ഞു. അതിൽ പുതിയ രണ്ട് ഫീച്ചേഴ്സ് ആണ് പൈത്തൺ എന്ന് പറയുന്ന ലാംഗ്വേജും അതുപോലെ തന്നെ R എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഉൾപ്പെടുത്തി. അങ്ങനെ ആ ഒരു പാക്കേജിന്റെ കൂടെ തന്നെ രണ്ട് അഡീഷണൽ കമ്പോണൻസ് കറണ്ട് വേർഷനായ വേർഷൻ 29 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ കമ്പോണന്റ് ആണ് സിന്റാക്സ് എഡിറ്റർ. The syntax editor in SPSS is a powerful tool that allows to write and run custom code. കസ്റ്റം കോഡുകൾ എഴുതാനും അതിനെ എക്സിക്യൂട്ട് ചെയ്യാനും അതിൽ ആവശ്യമുള്ള മാനിപ്പുലേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് സിന്റാക്സ് എഡിറ്റർ. സിന്റാക്സ് എഡിറ്റർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫയൽ എന്ന് പറയുന്ന മെനുവിനകത്ത് പോയി ന്യൂ സിന്റാക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് സിന്റാക്സ് എഡിറ്റർ ഓപ്പൺ ചെയ്യാൻ കഴിയുന്നതാണ്. So the syntax editor window allows to write and run custom code to perform data analysis, manipulations and other operations. മറ്റുള്ള കാര്യങ്ങൾ, മറ്റുള്ള ഓപ്പറേഷൻസ്, ഡേറ്റ മാനിപ്പുലേഷൻ, ഡേറ്റ അനാലിസിസ് പോലുള്ള പ്രക്രിയയ്ക്ക് ആവശ്യമുള്ള കസ്റ്റം കോഡ് എഴുതാനും എക്സിക്യൂട്ട് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് അല്ലെങ്കിൽ വിൻഡോയാണ് സിന്റാക്സ് എഡിറ്റർ. ഓപ്പണിംഗ് ദ സിന്റാക്സ് എഡിറ്റർ helps to display the custom code and to write the custom code. Custom code എഴുതാനും റൈറ്റ് ചെയ്യാനും വേണ്ടി നമുക്ക് സിന്റാക്സ് എഡിറ്റർ ഓപ്പൺ ചെയ്യാൻ കഴിയുന്നതാണ്. To open a syntax editor we can use file new syntax. ആ ഒരു പാത്ത് ഉപയോഗിച്ചാണ് നമുക്ക് ഈ സിന്റാക്സ് എഡിറ്റർ ഓപ്പൺ ചെയ്യുന്നത്. Thank you for watching. Please subscribe the channel.